സാൻഷൈൻ തോമസ് എന്ന എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കലയുടെ ധർമ്മം എന്താണ് എന്നുള്ളതാണ്. കല കലയ്ക്ക് വേണ്ടി എന്നുള്ളതാണോ, അല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയെ നവീകരിക്കാനുള്ളൊരു മാധ്യമമാണ് എന്നുള്ള രീതിയിലാണോ ഈ ഒരു കലയെ കാണുന്നത്? കലയുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ധർമ്മം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. ഒരു നോവൽ ഒരാൾ വായിക്കാനെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു നോവലിലേക്ക് ഒരാൾ കിടക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ അയാളെ രസിപ്പിക്കുന്ന, അയാളെ പിടിച്ചിരുത്തുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കിട്ടിയിരിക്കണം. അതതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള അതിൻ്റെ ഒരു പ്രാഥമിക ധർമ്മമാണത്. അതിനുശേഷം അതോടൊപ്പം ആ നൂല് പൊട്ടാതെ പോകുന്ന കഥയിൽ അതിനൊരു ഏച്ച് കിട്ടിയതാണ് എന്ന് തോന്നാത്ത രീതിയിൽ അതിൽ കഥാകാരനൊരു രാഷ്ട്രീയം പറയാനുണ്ടെങ്കിൽ അതിലൊരു ബോണസായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇനി വഴികാട്ടിയായി ആളുകളെ അവർ പോകേണ്ട വഴിയിലൂടെ നടത്തുന്ന ഒന്നല്ലെങ്കിൽ പോലും ഒരു ചൂണ്ടുപലകയാണ്. ഈ കാണിക്കുന്നത് ശരിയല്ല. നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്, അല്ലെങ്കിൽ റോഡ് തടഞ്ഞുകൊണ്ട് നടക്കുന്ന സമരങ്ങൾ, ആംബുലൻസിന് പോലും വഴി വിട്ടുകൊടുക്കാതെ നടക്കുന്ന സമരങ്ങൾ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് നൂല് പൊട്ടാതെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു കഥയിൽ ചേർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതൊരു സാമൂഹിക നവീകരണത്തിന് കാരണമാവുന്നുണ്ടെങ്കിൽ അതൊരു ബോണസ് പാർട്ടാണ്. തീർച്ചയായും കഥയ്ക്കൊരു രാഷ്ട്രീയം വേണമെന്ന് വ്യക്തിപരമായി അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു ഫാൻറ്റസി സ്റ്റോറി വരുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ലാത്തതിൻ്റെ പേരിൽ അത് മോശമാണെന്ന് ഞാൻ പറയില്ല. അതിന് വായനക്കാരനെ രസിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം അത് നിറവേറ്റി അതിനോടൊപ്പം അതൊരു നവീകരണത്തിന് കാരണമാകണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് സാധിച്ചാൽ വളരെ നല്ലത്.